ഒരു മനുഷ്യന് 3 ജീവിതങ്ങളാണുള്ളത്. പൊതുജീവിതം, സ്വകാര്യ ജീവിതം, പിന്നെ ഒന്ന് രഹസ്യ ജീവിതം. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ ഈ വാക്കോടെയാണ് സൈജു ശ്രീധരൻ എന്ന സംവിധായകൻ ഫൂട്ടേജിന്റെ ആദ്യ ഷോട്ടിൽ തന്നെ ക്യാമറ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് തുറന്നു വെച്ചത്. ചിത്രം പറഞ്ഞു വെക്കുന്നതും സ്വകാര്യതകളിലേക്കുള്ള ഇത്തരം നോട്ടങ്ങളും അതിന്റെ ശരിതെറ്റുകൾക്കിടയിലെ അതിർവരമ്പുകളുമാണ്. പുതിയ കാലത്തിന്റെ മാധ്യമത്തിലൂടെയും ജീവിതത്തിലൂടെയും കടന്നു പോകുന്ന ചിത്രം മലയാളം ഇതിനു മുൻപ് പരിചയപ്പെട്ടിട്ടില്ലാത്തൊരു സിനിമ അനുഭവത്തിലേക്കാണ് പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. നിർമ്മാതാക്കളിൽ ഒരാളായ മഞ്ജു വാര്യരെ ഒഴിച്ചു നിർത്തിയാൽ യാതൊരു താരപ്രഭാവവും അവകാശപ്പെടാനില്ലാതെ തിയേറ്ററുകളിലെത്തിയ ചിത്രം കൂടിയാണ് ഫൂട്ടേജ്. നവാഗത സംവിധായകനും ചെറിയ കാസ്റ്റ് ആൻഡ് ക്രൂവുമുള്ള ചിത്രം അവതരിപ്പിച്ചത് അനുരാഗ് കശ്യപ് എന്ന സംവിധായകനാണ്. ഇത്തരം ചുരുക്കം ചില ഫാക്ടറുകൾ മാത്രമാണ് കൊമേഴ്ഷ്യൽ സിനിമാ ലോകവുമായി ചിത്രത്തെ കൂട്ടിമുട്ടിക്കുന്നതും. എന്നാൽ മികച്ച ചിത്രീകരണവും എഡിറ്റിംഗും പശ്ചാത്തല സംഗീതവും കൂടെ ചേർത്ത് മാസ്റ്റർ ചെയ്തെടുത്തിരിക്കുകയാണ് സൈജു ശ്രീധരൻ അദ്ദേഹത്തിന്റെ ഫൂട്ടേജിനെ. ട്രെയിലറിൽ അനുഭവപ്പെടുന്ന സ്ലോ പേസിൽ തന്നെയാണ് ചിത്രം ആരംഭിക്കുന്നതെങ്കിലും ജംപ് സ്കെയറുകളോ സ്ഥിരം ഹൊറർ എലമെന്റുകളോ ഇല്ലാതെ തന്നെ പ്രേക്ഷകരിൽ പതിയെ ഒരു പേടി ഉയർത്തിക്കൊണ്ടുവരാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. ഫൗണ്ട് ഫൂട്ടേജുകളിൽ മുന്നോട്ട് പോകുന്ന ചിത്രമായതുകൊണ്ട് തന്നെ പൂർണ്ണമല്ലാത്ത വിഷ്വലുകൾ ഈ ടെൻഷൻ വർദ്ധിപ്പിക്കുന്നു. ഒരേ സംഭവത്തിന്റെ 2 ഫൂട്ടേജുകൾ കൂടെയാണ് ചിത്രം. നോൺ ലീനിയറായി കഥ പറഞ്ഞു പോകുന്ന ഫൂട്ടേജ് അതിന്റെ ആദ്യ ഭാഗം ഒരിടത്തുകൊണ്ട് എത്തിച്ച ശേഷം തിരികെ ഭൂതകാലത്തിലേക്ക് നടന്നു വരുന്നുണ്ട്. കോവിഡിന് മുൻപും ശേഷവും ലോക്ക്ഡൌൺ കാലത്ത് നടക്കുന്ന സംഭവങ്ങളെ കോർത്തിണക്കിയിരിക്കുന്നത് വൈശാഖ് നായരും ഗായത്രി അശോകും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലൂടെയാണ്. അഡ്വഞ്ചറസ് കണ്ടന്റുകൾ നിർമ്മിക്കുന്ന യൂട്യൂബ് വ്ളോഗർമാരായ ഇരുവരും ചേർന്ന് ഒരു സംഭവത്തിന്റെ ചുരുളഴിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്ലോട്ട്. ഇരുവരുടെയും പെർഫോമൻസും നാച്ചുറൽ ആയിരുന്നു. അതേസമയം ഡയലോഗുകൾ ഒന്നുമില്ലാതെ ചിത്രത്തിലെത്തിയ മഞ്ജു വാര്യർ അവരുടെ ഗെറ്റപ്പ് കൊണ്ടും ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും മികച്ചതായി. 1999 പുറത്തിറങ്ങിയ അമേരിക്കൻ ചിത്രമായ ബ്ലെയർ വിച്ച് പ്രോജക്റ്റിൽ നിന്നും 2008 പുറത്തിറങ്ങിയ ക്ലോവർഫീൽഡ് എന്ന ചിത്രത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവാം മലയാള സിനിമയിലെ ഒരു പരീക്ഷണ ചിത്രം പ്രതീക്ഷിച്ചെത്തിയവർക്ക് ഒരു അമേരിക്കൻ ഹൊറർ ത്രില്ലറിന്റെ ഫീൽ ലഭിക്കുന്നത്. ഏറ്റവും നൂതന സാങ്കേതികതകൾ പ്രയോജനപ്പെടുത്തിയ ചിത്രത്തിന്റെ ഛായാഗ്രഹണം എങ്ങനെ സാധ്യമായി എന്നത് ആരും അത്ഭുതം കൂറുന്ന കാര്യമാണ്. അഭിനേതാക്കൾ തന്നെയാണോ അതോ ഷിനോസ് എന്ന സിനിമാറ്റോഗ്രാഫർ ആണോ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന ആശങ്കയുണ്ടാകും. പ്രത്യേകിച്ചും കാട്ടിനകത്തും വെള്ളത്തിലുമുള്ള രംഗങ്ങൾ. അത്രയും തന്നെ ശ്രമകരമായിരുന്നിരിക്കണം ഷൈജു ശ്രീധരനും ഷംന മുഹമ്മദും ചേർന്നൊരുക്കിയ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റും. ഓരോ വാതിലിനു പുറകിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭീകരമായൊരു ലോകമുണ്ട് എന്നാണ് ചിത്രത്തിന്റെ ട്രെയിലർ ഫൂട്ടേജ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. അങ്ങനെ ഒരു ലോകത്തേക്കാണ് ചിത്രം ചെന്നെത്തുന്നതും. അതേസമയം ദൈർഘ്യം ചിത്രത്തിനെ പോരായ്മയായി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. 2 മണിക്കൂറാണ് ദൈർഘ്യമെങ്കിലും അതിൽ കൂടുതൽ അനുഭവപ്പെടുന്നു എന്നതാണ് വിമർശനങ്ങളിൽ ഒന്ന്. ചിത്രത്തിന്റെ സ്വഭാവത്തിലൊത്തല്ല മാർക്കറ്റ് ചെയ്യപ്പെട്ടത് എന്നതും യഥാർത്ഥ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് വഴിമുടക്കുന്നതാണ്. എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ചിത്രമല്ല എന്നതും പറഞ്ഞു വെക്കട്ടെ. ഫൗണ്ട് ഫൂട്ടേജ് ത്രില്ലർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിത്രം ചിലപ്പോൾ നിങ്ങളുടെ കപ്പ് ഓഫ് ടീ ആയേക്കില്ല.